അയാൾ വരുന്നു. എന്നെങ്കിലും ഒരിക്കൽ നേരിട്ട് കാണാൻ നിങ്ങൾ ആഗ്രഹിച്ച അയാൾ, നിങ്ങൾക്ക് ചിലതൊക്കെ പറയണമെന്ന് കാത്തിരുന്ന അയാൾ, എന്നെങ്കിലും ഒരിക്കൽ കയ്യെത്തും ദൂരത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ കരുതിയ അയാൾ, തികച്ചും അപ്രതീക്ഷിതമായി നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാനാകാതെ അയാൾ ഇതാ നിങ്ങളുടെ കണ്ണെത്തും ദൂരത്ത്. You are my Jackson, Michael Jackson. You are my lover, crazy lover. മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറിന് പുതിയ സൂത്രവാക്യം കണ്ടെത്തി സൂപ്പർ സ്റ്റാർ എന്ന് അയാൾ മാത്രം അവകാശപ്പെടുന്ന അയാൾ. അതെ, സന്തോഷ് പണ്ഡിറ്റ് നിങ്ങളുടെ സ്വന്തം വീട്ടമ്മയുടെ വേദിയിലെത്തുന്നു. ഇന്ന് കൃത്യം 3 മണിക്ക് കലയുടെ കളിവിളക്കായ കൈരളി TV. കല്ലെറിയാതെ കണ്ടിരിക്കുക. നമസ്കാരം. വീട്ടമ്മയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാള സിനിമയ്ക്ക് ഒരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. പത്മരാജൻ സാറിൻ്റെയും ഭരതൻ സാറിൻ്റെയും അരവിന്ദൻ സാറിൻ്റെയും മഹത്തരമായ നല്ല നല്ല സിനിമകൾ. അതുകൂടെ കഴിഞ്ഞാൽ സിബി മലയിൽ, കമൽ, ജോഷി സാർ അവരുടെയും നല്ല നല്ല ചിത്രങ്ങൾ. ഇപ്പോൾ പുതിയ തലമുറയിൽ പെടുകയാണെങ്കിൽ അവരെ എടുത്ത് നോക്കിയാൽ സോൾട്ട് ആൻഡ് പെപ്പർ, എന്താ പറയുക, ട്രാഫിക്, ലോ ബഡ്ജറ്റ് സിനിമകളിൽ അതിനേക്കാൾ നല്ല നല്ല കലാമൂല്യമുള്ള സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ഒരു 6-7 മാസമായി നമ്മുടെ കേരളം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയിട്ട്. വേറൊന്നുമല്ല, മലയാള സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനുത്തരം പറയാൻ നമ്മുടെ ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, ഞാൻ ആ പേര് കൂടുതൽ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. സിനിമയുടെ പേര് കൃഷ്ണനും രാധയും. കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ഏതെങ്കിലും പുരാണ സിനിമയാണോ എന്ന്. അല്ല, ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് വേറെ ആരുമല്ല, ദ വൺ ആൻഡ് ഓൺലി മിസ്റ്റർ സന്തോഷ് പണ്ഡിറ്റ്. ഹായ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സത്യത്തിൽ മലയാള സിനിമയ്ക്ക് താങ്കൾ ഈ കൃഷ്ണനും രാധയും എന്നുള്ള ചിത്രം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ചെറിയൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. അഹങ്കാരം, ചെറിയൊരു അഹങ്കാരം എന്ന് പറയാം. ഒരു ഫിലിം മേക്കർ എന്ന് പറയുമ്പോൾ ഒരു 10-15 വർഷം ഒരാളുടെ കൂടെ നിന്ന്, അതേപോലെ ഒരു നടനൊക്കെ നമ്മളൊരു സ്റ്റാറൊക്കെ ആണോ എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു, ക്രൗഡിൽ തുടങ്ങി ചെറിയ സീനിൽ തുടങ്ങി ഇങ്ങനെയൊക്കെ വരണം. ഇതിനുള്ളൊരു ക്ഷമയൊന്നും എനിക്കില്ലായിരുന്നു എന്നാണ് പ്രധാന പ്രശ്നം. അപ്പം ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ എനിക്കൊരു ഐഡിയ ഉണ്ട്, എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാവുന്നുള്ളൂ. മീൻസ് മറ്റേ ഞാൻ ചെറുതായി കാണില്ല, എനിക്ക് അതിനുള്ളൊരു കഴിവുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്നെ ആ കാര്യം ബോധ്യപ്പെടുത്താനാണ് ഞാനൊരു സിനിമ ചെയ്തത്. ഇതിന് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ കോളേജ് കുട്ടികളൊക്കെ സാധനം പ്രൊജക്റ്റ് ചെയ്യും, വലിയ വലിയ നമ്മൾ എന്തിനാണോ പഠിക്കാൻ ബന്ധപ്പെട്ട് പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ ആ പ്രൊജക്റ്റ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അതിൻ്റെ ഒരു ചെറിയൊരു, നമ്മളിപ്പോൾ ഞാൻ ഫിലിം പഠിക്കുമ്പോൾ ഞാനൊരു ചെറിയൊരു വർക്ക് ഞാൻ എഡിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യണം. അതായത് അതിൻ്റെ ചെറുതാണ്, നമ്മൾ വലുതല്ല ചെയ്യുന്നത്. അതേപോലെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് ഇതിൽ എല്ലാ കോഴ്സും നമുക്ക് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ അതേപോലെ എല്ലാ കോഴ്സിൻ്റെയും ഒരു ഡെമോൺസ്ട്രേഷൻ ആരാൻ്റെ കയ്യിലെ പൈസ കൊണ്ട് വേണ്ട, സ്വന്തം കയ്യിലെ പൈസ കൊണ്ട് ഒരു ചിത്രം നിർമ്മിക്കുന്നു നോക്കാൻ അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. ദാറ്റ് ഈസ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകൾ നമുക്ക് അറിയാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി, എന്നെ സംബന്ധിച്ചോളം ഒരു സിനിമയുടെ യൂണിവേഴ്സിറ്റി ആയിരുന്നു കൃഷ്ണൻ്റെ. അത് ഒരു ഇൻഡസ്ട്രിയുടെ ഒരു വിജയം എന്ന് പറയുന്നത് അത് ഏത് നടൻ അഭിനയിച്ചാലും ഏത് നടി അഭിനയിച്ചാലും നല്ല സിനിമകൾ പ്രദർശനം ചെയ്യുന്നതാണ്. നല്ല സിനിമകൾ പ്രദർശന വിജയം നേടണം. അല്ലെങ്കിൽ ആ ഒരു ഇത് വേണം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ടിപ്പിക്കലായി മാറുമ്പോൾ എന്ത് സംഭവിക്കുക കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഭാഷകളെ പറ്റി ഇപ്പോൾ നമ്മൾ മറ്റുള്ള ഭാഷകളെ പറ്റി പറയുന്ന പോലെയാണ് അവരെന്ന് പറയുന്നത്. ശരി, അപ്പോൾ കൃഷ്ണനും രാധയും എന്ന താങ്കളുടെ ചിത്രം വ്യത്യസ്തമായ അല്ലെങ്കിൽ നല്ലൊരു ചിത്രമാണെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? 100% ഞാൻ പറയുന്നു. ഒരു പുതിയ മെസ്സേജാണ് കൊടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഞാനൊരു ഇംഗ്ലീഷ് സിനിമയിൽ നിന്നൊന്നും കട്ടെടുത്തതല്ല, സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഞാൻ മുൻകാലങ്ങളിൽ ഹിറ്റായ ഒരു സിനിമ വീണ്ടും പകർത്തി പഴയതാകില്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ടാൽ ആ സിനിമയുടെ തുടക്കം എനിവേ അത് ഇന്റർനെറ്റിലെ ഗാനങ്ങളൊക്കെ ഇപ്പോൾ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നു, സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നതാണ്. ഇതാണ് ആ സിനിമയുടെ ഇനീഷ്യൽ ഉണ്ടാക്കിയത്. പക്ഷേ ഈ സിനിമയുടെ വിജയം ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതല്ല. അതാണെങ്കിൽ മാക്സിമം 4ാമത്തെ ഷോ ആകുമ്പോഴേക്ക് ആളുകൾ തീർന്നു. ഞാൻ കംപ്ലീറ്റ് പറയട്ടെ. ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ പ്രമേയം ഞാനത് പറഞ്ഞു എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ആ പ്രമേയത്തെ പറ്റി ആളുകൾ അധികം ഡിസ്കഷനിലേക്ക് പോയില്ല. ഈ പ്രമേയം ഞാൻ പറഞ്ഞാൽ 2 വ്യത്യസ്ത മതക്കാർ തമ്മിൽ മാരേജ് ചെയ്യുകയും
അവരും ഞങ്ങൾ മതേതരവാദികളാണ്, ഞങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ജീവിക്കുമ്പോഴും അതിലൊരാളുടെ മരണം, ഈ രാധയുടെ കൊലപാതകം നടക്കുമ്പോഴും ഈ രാധയുടെ ഡെഡ് ബോഡി ജോണിനെ ദഹിപ്പിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഇതിന്റെ ത്രെഡ്. ദാറ്റ് ഈസ് ഇയാൾ ഇത്രയും കഥ പറഞ്ഞാൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് കയറില്ല, കഥ അറിയാൻ പറ്റും. സസ്പെൻസ് പൊളിക്കരുത്. അല്ല, സസ്പെൻസ് അവിടെ ഞാൻ പൊളിയുന്നില്ല. ഞാൻ പറഞ്ഞ ആ പുതുമയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു പ്രമേയം, ദാറ്റ് ഈസ് നാറുന്ന ശവവുമായി ഈ ഭാര്യയുടെ ശവം എങ്ങനെ ദഹിപ്പിക്കാൻ പറ്റുന്നുള്ള ഭർത്താവിന്റെ ഗതികേടിന്റെ കഥയാണ്. അങ്ങനെ ഒരു പ്രമേയം ഈ ലോക സിനിമയിൽ തന്നെ ആരും പറഞ്ഞിട്ടില്ല. ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ സിനിമ ഹിറ്റാകുന്നത്. അല്ല, ഞാൻ പറയട്ടെ, തുടക്കം വന്നത് ഈ മറ്റുള്ള ഇന്റർനെറ്റിൻ്റെതാണെങ്കിൽ കൂടി ഇവിടെ യഥാർത്ഥത്തിൽ സോങ് ഒന്നുമല്ല. സോങ് അതിനൊരു ഗുണം ചെയ്തു മാത്രം. ഫസ്റ്റ് ആളുകളെ കേട്ടാൽ എനിക്ക് ഗുണം ചെയ്തു മാത്രം. ഈ സിനിമ പ്രദർശനം നേടുന്നത് ഇതിന്റെ ഈ വ്യത്യസ്തമായ ത്രെഡാണ് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം വെച്ചാൽ അവസാനത്തെ 3 മണിക്കൂറിന്റെ സിനിമയിൽ 1 മണിക്കൂർ സമയം ഈ ഭർത്താവിന്റെ സംഘർഷത്തിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതിലെ ഈ രാത്രി ശുഭരാത്രി എന്നുള്ള പാട്ട് ഏതൊരു കുട്ടിക്ക് പറയാം. വളരെ കോമൺ. എൻ്റെ മോൻ വരെ ഇപ്പൊ പാടിക്കൊണ്ട് നടക്കുന്ന സോങ് ആണിത്. ഞാൻ ചോദിക്കട്ടെ, അത് സത്യത്തിലൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നില്ലേ? പൊതുവിൽ ഞാൻ പറയട്ടെ, ഞാൻ ഒരു കലാകാരനാണ്, സാഹിത്യകാരനാണെന്നൊക്കെ സംഗീതജ്ഞനാണെന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു ബിസിനസ്സുകാരൻ കൂടിയാണ്. നിങ്ങൾ അതുകൂടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ സൈക്കോളജിയാണ് പഠിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ എന്ത് കണ്ടാൽ കരയും, എന്ത് കണ്ടാൽ ദേഷ്യം പിടിക്കും, എനിക്ക് ഈ കാര്യങ്ങൾ അറിയുന്നവനാണ് സൈക്കോളജിസ്റ്റ്. അതുകൊണ്ടാണല്ലോ എന്നെ പലരും വളരെ മോശമായിട്ടൊക്കെ ഫോൺ മുമ്പ് ഇപ്പോൾ വരാറില്ല, സിനിമ ഇറങ്ങിയതിന് ശേഷമില്ല. ആ സമയത്ത് പോലും അവരെന്നെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് സൗന്ദര്യമില്ല, നിങ്ങൾ എങ്ങനെ അഭിനയിക്കുന്നത് ചീത്ത വിളിക്കും. സൗന്ദര്യമില്ല അതൊരു പ്രശ്നമാണോ? സൗന്ദര്യമില്ല അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങളുടെ പല്ല് ഇങ്ങനെയാണ്, മൂക്ക് ഇങ്ങനെയാണ്, നാക്ക് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അവരെ നല്ല രീതിയിൽ ഉപദേശിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത്രയ്ക്ക് ക്ഷമ എനിക്കുണ്ട്. മാത്രമല്ല, ഞാൻ അന്നും പറഞ്ഞു, എൻ്റെ ആരാധകർ ചോദിച്ചു സന്തോഷാറിനെ കട്ട് ചെയ്താൽ പോരെ, ഫോൺ കട്ട് ചെയ്താൽ പോരെ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അവൻ്റെ ആ ഒരു വൈകല്യത്തെ ഞാൻ മാറ്റിയെടുക്കേണ്ടതുണ്ട്. കാരണം ഞാൻ ഡയറക്ടർ മാത്രമല്ല, ഞാനൊരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്പം അവൻ്റെ വിഷമം എന്താണെന്നുള്ള, അവൻ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളത് എനിക്ക്. അതേപോലെ ഇതിൻ്റെ തുടക്കം മുതൽ, നിങ്ങൾ രാത്രി ശിവരാത്രി പറ്റുന്നല്ല, ഈ സിനിമയുടെ ആദ്യ സീന് തൊട്ട് അവസാനിക്കുന്നവരെ ഇതൊരു സൈക്കോളജിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സിനിമയുടെ പേര് കൃഷ്ണൻ്റെ ആദ്യം, നായകൻ്റെ പേര് ജോൺ അല്ലേ. അവിടുന്ന് തുടങ്ങും സൈക്കോളജി. ഞാൻ ഉപയോഗിച്ച പല പാട്ടിലെ വേർഡ്സ് നിങ്ങൾ നോക്കും. സൺഡേ മാത്രം വർക്കിംഗ് ഡേ, മറ്റു ദിവസങ്ങൾ ഹോളിഡേ. മമ്മമായ ഇതിലെ പാട്ടാണ്, അത് വളരെ ഹിറ്റാണല്ലോ. അത് ആളുകൾ ഈ പാട്ട് ഹിറ്റാവുന്നതിന് ആ ലൈന് വഹിച്ച പങ്ക് വളരെ വലുതാണ്. IT പ്രൊഫഷണൽസ് ഞാനും ചിന്തിച്ചു നോക്കി, ഇത്രയും ഇങ്ങനെയൊക്കെ ലൈൻസ് എഴുതാൻ എങ്ങനെ പറ്റുന്നു എന്നുള്ളത് അല്ലേ. എന്താ മായാവി, അതൊരു മഹത്തരമായ കലാകൃതിയല്ല. പക്ഷെ ഞാൻ പറയുന്നു, സാധാരണ ജനങ്ങളിലേക്ക് പോകുന്ന എന്തൊക്കെയോ ഓരോ കാര്യങ്ങൾ എൻ്റെ ഏത് സോങ് വളരെ വളരെ ഏതൊരു ചെറിയ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് പതിയാവുന്ന ലൈൻസ്. അതേപോലെ തന്നെ ഇതേ ഞാൻ തന്നെ എഴുതിയ സോങ് ആണ് ദഹിയില്ല ദഹിക്കപ്പോൾ ദാഹമില്ല. അതാ ഞാൻ പറയും, ഫിലോസഫി വേണ്ടിടത്ത് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, അവനവൻ്റെ ജനറൽ നോളജ് കാണിക്കാനുള്ള ഒരു വേദിയല്ല ഇതൊന്നും ഞാൻ പറയാൻ വിശ്വസിക്കുന്നു. കാരണം ആവശ്യമുള്ളിടത്ത് ആ ഫിലോസഫി വേണ്ടിടത്ത് ആ സോങ്ങിൻ്റെ അവിടെ അതാണ് ആവശ്യം. ആത്മാവില്ലാത്ത ശരീരം കൊണ്ട് കാര്യമില്ല എന്നുള്ള അത് വരുമ്പോൾ ആ രീതിയിൽ തന്നെയാണ്. അതിൽ പോലും ദാറ്റ് ഈസ് 2 പ്രാവശ്യം എൻ്റെ ഏത് സോങ് കേട്ടാലും ഒരു ചെറിയ കുട്ടിക്ക് വരെ ബൈഹാർട്ടാവണം. അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. അതേപോലെ ഇപ്പോൾ ABCD ഒക്കെ പഠിപ്പിക്കാൻ ചെറിയ മക്കളെ എളുപ്പമാണ്. അംഗനവാടിയിലെ ടീച്ചർ 2 പ്രാവശ്യം ഇട്ടാൽ ഞാൻ കുട്ടികളെ ഡാൻസും ചെയ്യും, ABCD അധികം കഷ്ടപ്പെടാതെ പഠിപ്പിക്കുകയും ചെയ്യും. അതെ, വീട്ടമ്മമാർക്ക് ഒരു ടിപ്പും കൂടെയാണ് സന്തോഷ് പണ്ഡിത്തിന്റെ ആ ഗാനം. എന്തായാലും നഴ്സറിയിലും എൻ്റെ അംഗനവാടിയിലെ ടീച്ചറെ എന്നുള്ള പാഠ്യ വിഷയമാക്കണം. അതും കൂടെ വേണ്ടി വരുമോ? അത്രയ്ക്ക് വേണോ? കുട്ടികളെ നേർവഴിക്ക് ധരിക്കണ്ടേ? ഞാൻ ചുമ്മാ തമാശ ചോദിച്ചെന്നുള്ളൂ. താങ്കളിപ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നുണ്ട്. ആര് പറയുന്നു എന്നുള്ളത് വ്യക്തമല്ല. അത് താങ്കൾ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്ന് ഒരു ധ്വനിയുണ്ട്. പക്ഷെ താങ്കൾക്കറിയാമോ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഓസ്ട്രേലിയയിലും മറ്റുണ്ട്. പക്ഷെ അവിടെ വരെ താങ്കളുടെ പോസ്റ്റേഴ്സ് ഉണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ താങ്കൾക്ക് അഹങ്കാരം തോന്നുന്നുണ്ട് കുറച്ച്? എനിക്കൊരു അഹങ്കാരം തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ചാനലുകാരനോട് ചോദിച്ചിരുന്നു. മാത്രമല്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, കേരളം മുഴുവൻ ഫ്ലക്സ് ബോർഡൊക്കെ ചെറിയ ചെറിയ യൂണിറ്റിൽ വരെ ഉണ്ട്. അപ്പം എന്നോട് ചോദിച്ചു, എല്ലാ കോളേജിൻ്റെ മുന്നിലും ഉണ്ട്. അപ്പം എന്നോട് ചോദിച്ചു, സന്തോഷ് സാർ സൂപ്പർ സ്റ്റാർ ആയത് ചിന്തിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എന്നെ വെച്ചുള്ള എന്തിനൊരു ഡെഫിനിഷനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെ പാട്ട് തന്നെ എനിക്കൊരു ഡെഫിനിഷനുണ്ട്. അതേപോലെ ഞാൻ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിഷനുണ്ട്.